ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജല്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തന്നെ മരിക്കരുത്. ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജല്ല. മരിക്കുന്ന സമയത്ത് സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവനയുണ്ടായിട്ട് വേണം മരിക്കാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആ രൂപത്തിൽ മരിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? മനുഷ്യരായ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും സാഹചര്യങ്ങൾക്ക് വഴങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോകാൻ ഇടയുണ്ട്. പക്ഷേ ഈ തെറ്റുകൾ ഞാൻ എന്റെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് മാപ്പ് ചോദിച്ചാൽ തീർച്ചയായും നേരത്തെ ഉസ്താദ് അവர்கள் പറഞ്ഞതുപോലെ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു റഹ്മത്തുള്ളവനാണ്. ആ റഹ്മത്തുള്ള സൃഷ്ടാവായ റബ്ബ് തീർച്ചയായും എന്നെ നിരാശപ്പെടുത്തൂല എന്ന ആ ഒരു നല്ല ഭാവന, അത് ഉണ്ടായിട്ട് വേണം നിങ്ങൾ മരിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അന ഇൻദ ളന്നി അബ്ദി ബി. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ധരിക്കുന്നത് ആ ധാരണയനുസരിച്ചാണ് ഞാൻ ഉള്ളത്. അപ്പൊ അടിമകളായ നാം, യജമാനനായ അല്ലാഹു കാരുണ്യവാനാണ്, അവനാണ് സൃഷ്ടാവ്. അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അവനിലേക്ക് ഖൽബ് തിരിച്ച് മാപ്പ് ചോദിച്ചാൽ തീർച്ചയായും അവൻ പുറത്തു തരും എന്ന ആ നല്ല ഭാവനയോടുകൂടെ വേണം ഈമാനുള്ള ജനങ്ങൾ ലോകത്തോട് വിട പറയേണ്ടത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തെ ആക്രമിച്ച അടിമകളില്ലേ, ജീവിതത്തിൽ തെറ്റ് ചെയ്ത് ജീവിച്ചവരില്ലേ, അവരോട് നബിയെ തങ്ങളൊന്ന് പറയൂ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു തആല എല്ലാ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ പെരുത്തും പുറത്തു തരുന്നവനാണ്, അവൻ വലിയ കാരുണ്യവാനാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബിയാണ്. ഈ ആയത്ത് അവതീർണമായപ്പോൾ മഹാനവറുകൾ പറയാണ്, എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ആയത്ത് ഖുർആനിൽ ഇതാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. ഖുർആനിൽ 6600 ചില്ലാനം ആയത്തുകളുണ്ട്. അത് കൃത്യമായും എത്രയാണ് എന്ന വിഷയത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളൂ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഏതായാലും 6600 ചില്ലാനം ആയത്തുകൾ ഖുർആനിലുണ്ട് എന്നതിൽ തർക്കമില്ല. ഇത്രയും ആയത്തുകൾക്കിടയിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഈ ആയത്താണ് കേട്ടോ.
അതേ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുകളും പറയുകയാണ്, ഹിയ അർജാ ആയ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഈമാനുള്ള ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള ആയത്ത് ഈ പറയപ്പെട്ട ആയത്താണ് കേട്ടോ. എന്തേ ഈമാനുള്ള ജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത്? ഈ ആയത്താകാനുള്ള കാരണം എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഓ മുഅ്മിനീങ്ങളെ, സൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശ മുറിഞ്ഞവരാകണ്ട എന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മറ്റൊരായത്തിൽ അല്ലാഹ് പറയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയാണ്, നബിയേ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പിന്നീട് ഒരു കാര്യം അല്ലാഹു തആല തങ്ങൾക്ക് തരും. ഫതർലാ, അത് തങ്ങൾക്ക് കിട്ടിയാൽ തങ്ങൾക്ക് നല്ല തൃപ്തി ഉണ്ടാവും, നല്ല പൊരുത്തം ഉണ്ടാവും. ഏതാണ് ഈ കാര്യം? പിന്നീട് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയാൽ തങ്ങൾക്ക് നല്ല തൃപ്തി ഉണ്ടാകും എന്ന ഈ കാര്യം ഏതാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതേ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യർലാ വവാഹിദുൻ മിൻ ഉമ്മത്തിഹി ഫിന്നാർ. ഓ വാദ കേൾക്കുന്ന ഉമ്മമാരെ, വാദ കേൾക്കുന്ന സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി എന്താണെന്നറിയോ? وإن محمدا صلى الله عليه وسلم لا يرضى وواحد من أمته في النار. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിലുണ്ടാകുമ്പോൾ ഹബീബായ തങ്ങൾക്ക് തൃപ്തിയില്ല കേട്ടോ. അവിടുത്തെ ആഗ്രഹം എന്താണ്? എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ പ്രവേശിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിൽ ചെന്നാൽ തങ്ങൾക്ക് തൃപ്തിയില്ല കേട്ടോ. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ജീവിതം നയിക്കേണ്ടത്. എന്താണ് ഈ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ജീവിതത്തിൽ തെറ്റുകൾ ഇങ്ങനെ ധാരാളം ചെയ്യാൻ ലൈസൻസ് തരികയല്ല, സമ്മതം തരികയല്ല. ഒരു ഭാഗത്ത് വന്നുപോയ പാപങ്ങളെ ഓർത്ത് നല്ല ഭയം വേണം. മറ്റൊരു ഭാഗത്ത് തെറ്റ് വന്നുപോയാൽ തന്നെ സൃഷ്ടാവായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് മാപ്പ് ചോദിച്ചാൽ ആ റബ്ബ് കൈവിടൂല. അല്ലാഹ് വലിയ അക്രമിയല്ല, അല്ലാഹ് വലിയ ക്രൂരിയല്ല. എന്റെ സൃഷ്ടാവായ റബ്ബ് അവൻ വലിയ കാരുണ്യവാനാണല്ലോ. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറയും സമ്മാനം തരാം. ഞാൻ ഉദ്ദേശിച്ച മറുപടി ആയിരിക്കണം, എന്തെങ്കിലും പറയാൻ പറ്റും. സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം ആരാ പറയാ? സമ്മാനം തരും. സത്യം, കീശക്ക് കീഴല്ലേ? ഞാൻ കീശക്ക് കീടുമ്പോ നിങ്ങൾ കരുതുണ്ടാവും 10 കുപ്പി ആയിരിക്കും എന്നല്ലേ. ഞാൻ കീശയിലൊന്നും 10 കുപ്പി കൊണ്ട് നടക്കൂല, വണ്ടിയിലുണ്ടാവും, കീശയിലുണ്ടാവും. എന്താ പറയുക? സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താ ഉമ്മമാരെ? അവരേത് ഭാഗത്തായിരിക്കണേ? പെണ്ണുങ്ങമാര് അപ്പൊ എഴുത്ത് വരാൻ വളരെ എളുപ്പ. സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം എന്താ? നിങ്ങളെ ഉമ്മമാരൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതുകൊണ്ടാ ഈ ഇരുത്ത ഇരിക്കണം, വലിയ മനുഷ്യന്മാരായിരിക്കണില്ലേ? ഈ ഇരുത്ത ഇരിക്കാൻ കാരണം നിങ്ങളെ ഉമ്മമാരൊക്കെ നിങ്ങളിൽ ചെയ്തതുകൊണ്ടാണ്. എന്റെ ഉമ്മ എന്നിൽ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന്
സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ. നിങ്ങൾ പോയി ചോദിച്ചോ. ചിലപ്പോ ഇപ്പൊ അവരോട് ചോദിച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് പ്രസവിച്ച കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുക എന്നത് ഏറ്റവും താല്പര്യമാണ് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരിക്കലുണ്ട്, നിങ്ങൾ നോക്ക്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവും, അറസ്റ്റ് ചെയ്യപ്പെട്ട. അപ്പൊ അവരെ കൊണ്ടുവരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്. നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ അതാ ആഗ്രഹിക്കുകയാണ്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഒരു അതാ എന്റെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി എവിടെയാണ്? എനിക്ക് ആ കുട്ടിക്കൊന്ന് മുലപ്പാല് കൊടുക്കണമെന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കൂട്ടത്തിലുള്ള ഈ പെണ്ണെന്ത് ചെയ്തു? സ്ത്രീ എന്ത് ചെയ്തു? കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ അങ്ങ് എടുത്തു. ഈ കുട്ടിയെ അങ്ങ് എടുത്തു. ആ കുട്ടിയെ അങ്ങ് എടുത്തതാ മുലയൂട്ടുകയാണ്, പാല് കൊടുക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, തറൗന ഹാദിഹിൽ മർആ ത്വാരിഹതൻ വലദഹാ ഫിന്നാർ. ഓ സ്വഹാബത്തെ, ഈ സ്ത്രീ ഇപ്പോൾ അതാ ഏതൊരു കുട്ടിക്കാണോ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ഈ സ്ത്രീയുടെ കുട്ടിയാണല്ലോ. ആ കുട്ടിയെ കൊണ്ടുപോയി തീയിലോട്ട് വലിച്ചെറിയാൻ ഈ പെണ്ണിന് ആഗ്രഹമുണ്ടാകുമോ? അല്ലെങ്കിൽ ആ പെണ്ണിന് മനസ്സൊക്കുമോ? കൊണ്ടുപോയി തീയിലോട്ട് വലിച്ചെറിയാൻ ഇതാ ഈ പെണ്ണിന് മനസ്സൊക്കുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഒരിക്കലും മനസ്സൊക്കൂല നബിയേ. സ്വന്തം കുട്ടിയെ കൊണ്ടുപോയി ഏത് ഉമ്മക്കാണ് തീയിലോട്ട് വലിച്ചെറിയാൻ മനസ്സ് വരുന്നത്? ഒരിക്കലും മനസ്സൊക്കൂല നബിയേ. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾക്കറിയോ, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ തള്ള, ഈ സ്ത്രീ സ്വന്തം കുട്ടിയോട് കാണിക്കുന്ന താല്പര്യമില്ലേ, ഇതിനേക്കാളും അല്ലാഹു തന്റെ അടിമകളോട് കാരുണ്യം ചെയ്യുന്നവനാണ് കേട്ടോ. മനുഷ്യർക്കിടയിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവരാരാണ്? അത് ഉമ്മമാരാണ്. ഓ വാല കേൾക്കുന്ന ചെറുപ്പക്കാരെ, വാല കേൾക്കുന്ന പെൺകുട്ടികളെ, മനുഷ്യർക്കിടയിൽ തമ്മിൽ കാരുണ്യം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നത് ഉമ്മമാരാണ്. ആർക്കാണ് കാരുണ്യം ചെയ്യുന്നത്? മക്കൾക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഹാബത്തെ, ഒരു ഉമ്മ ഒരു കുട്ടിക്ക് കാരുണ്യം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ് സൃഷ്ടാവായ അല്ലാഹു തആല. തന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ് കേട്ടോ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ റബ്ബിലേക്കല്ലേ നമ്മുടെ ഖൽബ് തിരിയേണ്ടത് സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വലിയ മഹാനാണല്ലോ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ. ആ കൂട്ടത്തിൽ എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന പേര് ലഭിച്ചത് എന്ന് വലിയ ചർച്ച ഉണ്ട്. അതിന് 3 സ്വഭാവം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 3 സ്വഭാവം ഉള്ളത് കൊണ്ടാണ് മഹാനവരുകൾക്ക് ഖലീൽ എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, മഹാനവരുകൾ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും മഹാനവരുകൾ അതിഥികളെ കൂടെ അല്ലാതെ കഴിക്കൂല എന്നതാണ്. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും അതിഥികളെ കൂടെ അല്ലാതെ ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ടാണ് മഹാനവരുകൾക്ക് ഖലീലുല്ലാഹ് എന്ന സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാര് ധാരാളം കാരണം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് നമുക്കങ്ങനെ കാണാൻ കഴിയും. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ ഇദാ വഖഫ യുസല്ലി, മഹാനവരുകൾ നിസ്കരിക്കാൻ നിന്നാൽ മഹാനവരുകളുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ശബ്ദം കേൾക്കുകയാണ്. ഏത് ശബ്ദമാണ്? അതേ ചരിത്രത്തിൽ കാണാം. കഹിസ്സിൽ മുർജിലി, ഒരാൾ വല്ലാതെ ഓടിപ്പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഓടിപ്പോകുന്ന മനുഷ്യൻ വല്ലാതെ അങ്ങ് ചാടി ഓടിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ, അതിനെന്താ പറയാ, എന്റെ ഭാഷയിൽ പറയും സേങ്കിടോ എന്ന് പറയും. സേങ്കിടോ. നിങ്ങളെ ഭാഷയിൽ എന്താ പറയാ? നിങ്ങളല്ലേ മലയാളി, ഞാൻ മലയാളി ഒന്നല്ല, ഞാൻ ബിഹാരിക്കാരനാണ്, കർണാടകക്കാരൻ, നക്കിണിക്കുകാരൻ. എന്റെ ഭാഷയിൽ സേങ്കിടോ എന്ന് പറയും. അപ്പണ്ട് വല്ലാതെ അമിതമായി ഓടിയാലുണ്ട് ഹൃദയം കുറച്ച് ഹാർട്ട്, അങ്ങനെ ഹൃദയത്തിന്റെ വെടിപ്പ് കുറച്ച് അല്പം കൂടും. എന്നിങ്ങനെ വെച്ച് കേൾക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കരിക്കാൻ നിന്നാൽ മഹാനവരുകളുടെ ഹൃദയത്തിൽ നിന്ന് ആ ശബ്ദമാണ് കേൾക്കുന്നത്. എന്നിട്ട് മഹാനവരുകൾ വല്ലാതെ കരയുന്നു. ആ കരച്ചില് കാട്ടിക്കൂട്ടലല്ല, ജനങ്ങളെ കാണാൻ വേണ്ടിയുള്ള കരച്ചിലല്ല. ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? എന്റെ രാജാവായ റബ്ബിന്റെ മുന്നിലാണല്ലോ. അത് ഓർത്തുകൊണ്ടുള്ള കരച്ചിലാണ് കേട്ടോ. നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തിലുള്ള കരച്ചില് വിരോധമല്ലല്ലോ. നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തില്, അക്ഷരങ്ങൾ വെളിവാകാത്ത രൂപത്തിലുള്ള കരച്ചില്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകൂലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ കരയുകയാണ്. എന്നിട്ടോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിൽ. എന്നിട്ട് പറയാണ്, ഇബ്രാഹിം നബിയേ, അൽ ജബ്ബാറു യഖറഉക സലാം, സൃഷ്ടാവായ റബ്ബ് അങ്ങയ്ക്ക് സലാം പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഹൽ റഅയ്ത ഖലീലൻ യഖാഫു ഖലീലാ, ഒരു ഖലീല് വേറെ ഒരു ഖലീലിനെ പേടിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൃഷ്ടാവായ അല്ലാഹുവായ എന്റെ ഖലീലാണ്. ഞാനാണെങ്കിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖലീലാണ്. ഒരു ഖലീല് വേറൊരു ഖലീലിനെ പേടിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ ഖലീലാണല്ലോ. ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ പേടിക്കുന്ന ആവശ്യമുണ്ടോ? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഇദാ ദകർതു ഖതിയതി, എന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഞാൻ ഓർത്തുപോയാൽ അപ്പൊ ഞാൻ അള്ളാന്റെ ഖലീലാണെന്നത് മറന്നുപോയി. ഓ എന്റെ ബാല കേൾക്കുന്ന ചെറുപ്പക്കാരെ, ജീവിതത്തിൽ എത്രയാ തെറ്റുകൾ വന്നു പോകുന്നത്, എത്രയാണ് പാപങ്ങൾ വന്നു പോകുന്നത്. ഞാനിപ്പോ ഇന്ന് വരുന്നത് കൊടകിൽ. ഇന്നലെ രാത്രി ചെർക്കളയിൽ വാല് കഴിഞ്ഞ്
ഇന്ന് രാവിലെ കൊടകിൽ പോയി അവിടെ കുഞ്ചിലം മഖാമു ഉറൂസ് നടക്കണം. അപ്പൊ ഇന്ന് പകൽ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ അവിടെ ഉണ്ട്, ഞാൻ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്റെ ഈ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുള്ളത് കൊണ്ട് ഞാൻ പറയാം, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ചെറുപ്പക്കാർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഞാൻ അവിടെ ഈ ഉറൂസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാം കാണാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും കഴിയും. അപ്പൊ ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന്റെ ചുണ്ടിൽ ഇങ്ങനെ പിന്നെ എന്താ ഇനി പറയാ സിഗരറ്റ്, അത് വെച്ചിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ. എനിക്കിത് കണ്ടപ്പോ വലിയ സന്തോഷമായി പോയി. എന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ ആരും സിഗരറ്റ് വലിക്കൂല എന്ന് എനിക്കറിയാം. സിഗരറ്റ് വലിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി എന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങളിപ്പോ വാദം കഴിഞ്ഞിട്ട് പോയിട്ട് അങ്ങാടിയിൽ സിഗരറ്റ് എടുത്ത് വലിക്കൂന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം അതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടം തോന്നിയത് അതല്ല. പിന്നെന്താ, എന്റെ വണ്ടി അവിടെ എത്തിയപ്പോ ഞാൻ ഇക്കൂടെ ഇങ്ങനെ പോവാണ്. വണ്ടി അവിടെ എത്തിയപ്പോ ഇവനിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ട ഉടൻ ഇവൻ അതങ്ങ് അങ്ങോട്ട് എടുത്ത് അപ്പുറം മാറിപ്പോയി. അപ്പൊ അവന്റെ കൽവിൽ ഈമാൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താ കാരണം? അപ്പൊ അവന്റെ മനസ്സിലുണ്ട് ഇങ്ങനെ എല്ലാരും മുന്നിൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കേണ്ടതല്ല എന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എന്നെ കണ്ടപ്പോഴേക്കും അവൻ മാറിപ്പോയത്. ആ സമയത്ത് ഇപ്പോഴും ഇല്ലേ ചില ചെറുപ്പക്കാര്, എത്ര ചെറുപ്പക്കാരുണ്ട്, അവർക്ക് ആലിമീങ്ങളെ കണ്ടാലും പ്രശ്നമല്ല, തങ്ങന്മാരെ കണ്ടാലും പ്രശ്നമല്ല, ബാപ്പ കണ്ടാലും പ്രശ്നമല്ല, ഉമ്മ കണ്ടാലും പ്രശ്നമല്ല, നാട്ടിലെ പ്രായമുള്ളവർ കണ്ടാലും പ്രശ്നമല്ല. എല്ലാരും മുന്നിലും ഇവന് ഹോൾസെയിൽ ലൈസൻസ് കിട്ടിയതുപോലെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് എന്നിട്ട് അതിങ്ങനെ കാറ്റ് ഇങ്ങനെ ഊതുറ നക്ക് ഗൊന്തുണ്ട് ഉസ്താദ് ഊതകു റൗണ്ട് 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 ആയിട്ട് എന്നിട്ട് ഉസ്താദിനോട് പറയാ, നോക്കറു ഉസ്താദ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ എണ്ണ 1 2 3 4. ഇവനൊരു നാണല്ല. ഞാൻ പറഞ്ഞത് ഇവനെ കണ്ടപ്പോ വലിയ സന്തോഷമായി. എന്താ കാരണം? കാരണം ഇവൻ ഇത് കണ്ടപ്പോഴേക്ക് തന്നെ മാറി നിന്നു. അവൻ അറിയാം ഇത് എല്ലാവരും മുന്നിൽ വലിക്കേണ്ടുന്ന ഒരു സാധനമല്ല എന്നവൻ അറിയാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാൻ, ജിബ്രീലേ ഇദാ ദകർതു ഖതീഅതി, ഞാൻ എന്റെ പാപങ്ങൾ ഓർക്കാൻ തുടങ്ങിയാൽ ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ് എന്നത് ഞാൻ അങ്ങ് മറന്നുപോയി കിട്ടൂ. അതുകൊണ്ടാണ് നിസ്കാരത്തിലെങ്ങായാൽ എനിക്ക് കരച്ചിൽ വരാനുള്ളത്. കാരണം വെറുതെ അല്ല കേട്ടോ. ഇനി ചെറുപ്പക്കാരെ നമുക്കെടുക്കാം. ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരം എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ കാണാമല്ലോ. ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ഹബീബായ തങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യൂലല്ലോ, ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അതല്ലേ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരെ വിശ്വാസം, ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരുടെ വിശ്വാസം. അതല്ലേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള്, ഞാൻ നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൊയ്ലിയാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്യുമോ? ചോദിക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്യൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്യൂല. പക്ഷേ തെറ്റല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ചില ആളുകൾ ചെയ്താൽ അത് തെറ്റായി തോന്നിപ്പോകും. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്യൂല. അമ്പിയാക്കളാണല്ലോ, മുർസലീങ്ങളാണല്ലോ, അമ്പിയാക്കള് തെറ്റ് ചെയ്യൂല. അതല്ലേ മുസ്ലിമേ ഒരു യഥാർത്ഥ വിശ്വാസം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം
നിസ്കാരം എങ്ങനെയാണ്? ഇദാ വഖഫ യുസല്ലി, തങ്ങളെങ്കാലും നിസ്കരിക്കാൻ നിന്നാൽ തങ്ങളെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരിനൊരു ശബ്ദമുണ്ട്. ഏത് ശബ്ദമാണത്? ഓ, മഴ പെയ്യുന്ന സമയത്തുള്ളൊരു ഒച്ചയില്ലേ ചെറുപ്പക്കാരെ? മഴ പെയ്യുന്ന സമയത്തൊരു ശബ്ദമില്ലേ? ആ ശബ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് തങ്ങളെ കണ്ണുനീരിനുള്ള ശബ്ദം ചരിത്രത്തിൽ കാണാം. പോരാ, ഒരു കാറ്റെങ്കാലും അടിച്ചു വീശിയാൽ, ശക്തമായ ഒരു കാറ്റ് അടിച്ചു വീശിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമങ്ങ് മാറിപ്പോയി. അതാ തങ്ങളിങ്ങനെ ഉള്ളും പുറത്തും അകത്തും പുറത്തും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. എന്തേ? ഒരു കാറ്റ് അടിച്ചു വീശിയപ്പോഴേക്ക് തങ്ങള് പേടിക്കാൻ കാരണം ഖൗഫൻ അലാ ഉമ്മത്തിഹി മിൻ അദാബില്ലാഹി തആല. റബ്ബേ, ഇത് അല്ലാഹുവിൽ നിന്നുള്ള അദാബാണോ? എന്റെ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണോ എന്ന് പേടിച്ചിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറമങ്ങ് മാറിപ്പോയി. പിന്നെ ഒരൊറ്റ സ്ഥലത്ത് തങ്ങൾ നിൽക്കൂല, ഒരൊറ്റ സ്ഥലത്ത് തങ്ങൾ ഇരിക്കൂല. ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാലും മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള നേതാവിന് പോലും ഖൽബിൽ അല്ലാഹനെ വലിയ പേടിയാണ് കിട്ടൂ. അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന സമയത്ത് പോലും കണ്ണുനീരിന്റെ ശബ്ദം ഇമാമീങ്ങളെ രേഖപ്പെടുത്തിയത് മഴവെള്ളത്തിന്റെ ശബ്ദമാണ് കിട്ടൂ. മഹാന്മാരുടെ ചരിത്രം മുഴുവനും പരതി നോക്കിയാൽ അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ അവർക്ക് നല്ല മരണം കിട്ടിയത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉറക്കെ പറയണം, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ലോകത്ത് ഏറ്റവും വലിയ ബറക്കത്തുള്ള കൈ ചരിത്രത്തിൽ കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൈയാണ്. അതിന് പ്രത്യേക കാരണം എന്താ? കൈ ഇപ്പൊ നമുക്കില്ലേ? 4 കൈയില്ലേ ഇപ്പൊ നമുക്ക്? അല്ല, 4 അല്ല, 2 കൈയുണ്ട്, 2 കാലുണ്ട്. എന്നാൽ ഞങ്ങളെ ഈ കൈ എവിടേക്കൊക്കെ എത്തിയിരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പറ്റുമോ? ധൈര്യത്തിൽ പറയാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉസ്താദേ, എന്റെ കൈ എവിടേക്കൊക്കെ എത്തുമെന്ന് എനിക്കറിയാം. ഇപ്പറിയാം, അതിന്റെ സദസ്യരുണ്ടാകുന്ന സമയത്ത് കാരണം എവിടേക്കും പോകില്ല, ഉറപ്പാ, വെച്ചവിടെ തന്നെ ഉണ്ടാവും. രാത്രി കിടന്നുറങ്ങിയപ്പോ ഈ കൈ എവിടൊക്കെ പോയി വരും ഉണരുന്നതിന് മുമ്പ് എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരാള് രാത്രി കിടന്നുറങ്ങി, പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്നാൽ ഒരു പാത്രത്തിൽ പോയി കൈ മുക്കുന്നതിന് മുമ്പ് ഈ കൈയിനെ 3 പ്രാവശ്യം കഴുകണം, എന്നിട്ട് വേണം പാത്രത്തിൽ കൊണ്ടുപോയി മുക്കാൻ എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന് തങ്ങൾ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? കാരണം ഈ മനുഷ്യൻ അറിയില്ല അയിന ബാത്തത്ത് യദുഹു, ഇവന് രാത്രി കിടന്നുറങ്ങിയപ്പോ ഈ കൈ എവിടെ പോയി ഉറങ്ങി എന്ന് ഇവൻ അറിയില്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നാൽ ഈ കൈ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ മുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കഴുകിയിരിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഒരു മനുഷ്യനാണ്, ചില മനുഷ്യന്മാർ വല്ലാത്ത ധിക്കാരികളാണ്. ഓരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഞാനൊരു സ്ഥലത്ത് വേദന ഇവിടെ ഒന്നുമല്ല, ലക്ഷദ്വീപിൽ. അപ്പൊ നമ്മളെ വാല് കേട്ടിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് എന്റെ ഒരു ഷോപ്പുണ്ട്, ഈ ഷോപ്പിൽ ഉസ്താദ് ഒന്ന് കയറണം. മൂപ്പര് മനസ്സിലങ്ങനെ തോന്നി, അപ്പൊ നമ്മൾ കയറി കൊടുത്തു. എങ്ങനെയുണ്ട് ഉസ്താദ് ഷോപ്പ്? മൂപ്പർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിയ 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 എന്ന് പറഞ്ഞാൽ പൂച്ചനെ കുറിച്ചല്ല പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ മിയോ മിയോ എന്ന് പറഞ്ഞ പൂച്ച. ഇപ്പൊ നോക്കുമ്പോ എല്ലാ വീട്ടിലും നല്ല അതവുള്ള പൂച്ചയാ. ആനുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ വേദന ഭക്ഷണം കഴിക്കാനൊക്കെ പോണ വീട്ടിലൊക്കെ കുറച്ച് പൂച്ചകളൊക്കെ നോക്കുമ്പോ നല്ല അച്ചടക്കമുള്ള പൂച്ചയാണ്. എന്താ കാരണം?
കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്ന പൂച്ചകളുണ്ട്. ഈ പൂച്ചയൊക്കെ തിന്നാനും വിടൂല, ഒന്നിനും വിടൂല. ഇങ്ങനെ മേശന്റെ അടിക്കൊക്കെ ഇങ്ങനെ വരും, കാലിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വരും. പൊയ്ക്കോന്ന് പറഞ്ഞാലും മൂപ്പറങ്ങ് പോവില്ല, വീണ്ടും വീണ്ടും അടുത്തേക്ക് വരും. ഇപ്പൊ നോക്കുമ്പോണ്ട് നല്ല അതവുള്ള പൂച്ചയാണ്. അന്വേഷിച്ച് നോക്കുമ്പോ ഉസ്താദെ അത് അതവുള്ള പൂച്ച ഒന്നുമല്ല, പേർഷ്യൻ പൂച്ചയാണ്. ഉണ്ട്, ഇവിടെ ഉണ്ടോ പേർഷ്യൻ പൂച്ചയെ കണ്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇവക്ക് പേർഷ്യൻ പൂച്ചേനെ കണ്ടവർ വറക്ക് തൂങ്ങണ്ട. ഞാൻ വിഷയം വരാം. അയാളൊന്ന് കണ്ടു. നിങ്ങൾ എന്താക്ക ഈ ലോകം മൊത്തം ഇതിലൂടെ കാണിക്കുക. ഈ മനുഷ്യന്മാരൊന്നും പേർഷ്യൻ പൂച്ചയെ കണ്ടിട്ടില്ലേ? ഉസ്താദെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഈ വീട്ടിൽ ഈ പൂച്ചനെ കാണുന്നില്ല. അതിന് ചോദിച്ചു, ആജിയാരെ ഇപ്പൊ കുറച്ച് മുമ്പ് ഈ പൂച്ച ഉണ്ടായിരുന്നല്ലോ, എന്താ ഇപ്പൊ? ഉസ്താദിന് അതിനെ പോറ്റാൻ വലിയ ഭംഗോ ഉസ്താദെ, പോറ്റാൻ ഭയങ്കര ഭംഗോ. എന്താ കാരണം ഭയങ്കര പൈസയാ. എന്തിന്? പൂച്ചക്ക് പൈസ മാത്രല്ല, അതിന് കൊടുക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര പൈസ. മറ്റേ പൂച്ച അങ്ങനല്ല, മത്തിന്റെ മുള്ളു കഴിക്കും. മറ്റേ സാധാ പൂച്ച ഉണ്ടല്ലോ, മത്തിന്റെ മുള്ളിട്ടാലും മൂപ്പറങ്ങ് കഴിച്ചോളൂ. ഇതങ്ങനെ ഒന്നല്ല, ഇതിന് വേണ്ടി പ്രത്യേക ഒരു ഭക്ഷണം ഉണ്ട്. അതിന് ഈ മനുഷ്യന് അത്ര പൈസ വേണ്ട കയ്യില്. ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ തന്നെ തികയണില്ല, എന്നിട്ടല്ലേ പൂച്ചക്ക് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് മിയാന്ന് ഇയാളോട് ഞാൻ പറഞ്ഞത് 100 മാർക്കാണ്. പക്ഷേ ഒന്നുണ്ട്, എന്താണെന്നറിയോ? ആ കാണുന്ന ബോർഡ് ഒന്ന് നിങ്ങളെ ഷോപ്പിൽ നിന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവൂല എന്ന് പറഞ്ഞു. നോക്കുമ്പോ ഏത് ബോർഡ്? ക്യാരം ബോർഡ്. ഇയാളെ ഷോപ്പില് കച്ചവടക്കാർ വന്നെങ്കിലല്ലേ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, ടൈം പാസ് ആകണല്ലോ എന്ന് കരുതിയിട്ട് ക്യാരം കളിക്കണ ബോർഡ് എടുത്ത് വെച്ചിരിക്കുക. മിക്ക ആളെ വീട്ടിലും കാണാം ക്യാരം ബോർഡ്. എങ്ങനെയാ വീട്ടിൽ ബർക്കത്തുണ്ടാവുക? ക്യാരം കളിക്കാൻ പാടില്ല എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? ക്യാരംസ് കളിക്കാൻ പാടില്ല എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? ഇയാളോട് ഞാനതങ്ങ് പറഞ്ഞപ്പോൾ അയാളത് ഇൻഷാ അല്ലാഹ് ഞാനത് മാറ്റാം ഉസ്താദേ എന്ന് പറഞ്ഞു. പാടില്ലാത്ത ഒന്ന് ഷോപ്പിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഒരിക്കലും ധിക്കാരം പാടില്ല. പറയുന്നതിൽ ശരിയാണോ, എന്റെ ജീവിതത്തിൽ തെറ്റുണ്ടോ, തിരുത്തുകയല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ധിക്കാരം പാടില്ല. ചെറുപ്പക്കാരെ, എന്തിനാണ് ഉറൂസ് സംഘടിപ്പിക്കുന്നത്? ആ ഉറൂസിനോടനുബന്ധിച്ച് എന്തിനാണ് ഉസ്താദുമാരെ കൊണ്ടുവന്ന് വേദ പറയിപ്പിക്കുന്നത്? അതാ വേദ കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകളുണ്ടോ, ആ വേദെല്ലാം തെറ്റ് ഇന്നതാണെന്ന് പറഞ്ഞു തന്നാൽ എന്റെ ജീവിതത്തിലുള്ള തെറ്റാണോ മാറ്റാനാണല്ലോ. അല്ലാതെ വേദ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ശബ്ദം കേട്ട് രസിക്കാൻ വന്നവരല്ലല്ലോ. വേദ കേൾക്കാൻ വന്ന മുസ്ലിയാക്കന്മാരുടെ സൗന്ദര്യം കണ്ട് രസിക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. വേദ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ഫോളോവർ ആണ് ഞാനെന്ന് പറഞ്ഞു വന്നവരല്ലല്ലോ. വേദ കേൾക്കുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്ന വേദന, ഞാൻ ചെയ്യുന്ന തെറ്റ് വല്ലതുമുണ്ടോ? ആ വേദ പറയുന്ന ഉസ്താദ് സൂചിപ്പിച്ചാലോ ഞാനത് തിരുത്തുകയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കയ്യിന്റെ പവർ ഞാൻ മറന്നിട്ടില്ല. അതിലേക്ക് തന്നെ ഞാൻ വരികയാണ്. അതിന്റെ ഇടയ്ക്ക് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയുണ്ടായിരുന്നു. ചരിത്രത്തിന്റെ കിതാബിൽ കാണാം, മഹാനവരുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയുണ്ടായിരുന്നു. ആ അടിമ ഒരിക്കലൊരു തെറ്റ് ചെയ്തു. എന്താണ് തെറ്റ് എന്നല്ലേ? അതാ അടിമ മോഷ്ടിച്ചു, എന്തോ ഒരു വസ്തുവിനെ കട്ടെടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. എന്താണ് ഉത്തരവിട്ടത്? കട്ടെടുത്തതാണോ? കട്ട ആണാണോ കട്ട പെണ്ണാണോ അവരുടെ കൈയങ്ങ് മുറിച്ചെടുക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനൊരു
നമ്മുടെ കേരളത്തിൽ വന്നാൽ അങ്ങനെ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ പിന്നെ ആർക്കെങ്കിലും കക്കാൻ മനസ്സ് വരുമോ? കക്കാൻ മനസ്സ് വരൂല. എങ്ങനെയാ മനസ്സ് വരിക? കട്ടവന്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സ് വരിക? വ്യഭിചരിച്ചവനെ എരിഞ്ഞു കൊല്ലണം എന്ന ഇസ്ലാമിന്റെ നിയമം വന്നാൽ ആർക്കെങ്കിലും മനസ്സ് വരുമോ? ഞാൻ എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരോടൊക്കെ പറയാ, എന്തിനാണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങൾ? അത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനാണോ? അല്ല. ഇപ്പൊ ഇന്ന് കണ്ടില്ലേ നിങ്ങൾ, പത്രത്തിലൊക്കെ കണ്ടു. നിങ്ങൾ പത്രം വായിക്കാറുണ്ട്? ആര്? ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുക, പത്രം വായിച്ച ചെറുപ്പക്കാരൻ ആരാളെ? മൊബൈൽ നോക്കിയവനല്ല ഞാൻ ചോദിക്കണം, പത്രം വായിച്ച ഉസ്താദ് ഓതുറ. ഉസ്താദ് ഓതുറ, മൊബൈലിൽ ഓതുറ ആയിക്കോട്ടെ, മൊബൈലിലാണെങ്കിലും മൊബൈൽ. ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ, ഫ്രാൻസില് ഒക്കെ ഉമ്മമാര് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഉമ്മമാരും കൂടി വേദ കേൾക്കണം. ഫ്രാൻസില് സ്കൂളുകളിലും കോളേജുകളിലും ഒരു തീരുമാനം പാസ്സാക്കി. എന്താ തീരുമാനം? ഹിജാബ് ധരിക്കണ്ടെന്നല്ല. പിന്നെന്താ തീരുമാനം? എന്താ തീരുമാനം? ഈ പെൺകുട്ടികൾക്കൊരു സ്വഭാവം. ഇപ്പൊ ആൺകുട്ടികളായ നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല, പെൺകുട്ടികൾക്കുള്ള സ്വഭാവം എന്താന്ന് പറഞ്ഞാല് അവരുടെ തലയിലെ മുടി അതൊരു പ്രത്യേകമായ രൂപത്തിൽ ഒരു പോണിടെയിൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം. പോണിടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേക്കുന്ന ജുട്ടില്ലേ, അതിനെന്താ നിങ്ങൾ പറയാ? ജുട്ട് എന്നാ പറയാ. ഒരു കെട്ടുമുടി കാണൂല്ലേ പെണ്ണുങ്ങന്മാർക്ക്? മനുഷ്യന്മാരെ പെണ്ണുങ്ങന്മാരെന്ന് പറഞ്ഞാൽ ജിന്നുകളെ കുറിച്ചല്ല പറഞ്ഞ, നമ്മളെ വീട്ടിൽ നമ്മളുള്ള ഭാര്യമാരും ഉമ്മമാരും പെങ്ങന്മാരൊക്കെയാണ്. ഒന്നും അറിയാത്ത പോലെ അവർ തലയിൽ ഇങ്ങനെ ഒരു ടെയിൽ എന്ന് പറഞ്ഞ വാല്, ജുട്ടു. അത് പോണി ടെയിൽ എന്ന് പറഞ്ഞാൽ എന്തറിയോ? നമ്മളെ നാട്ടിലെ നമ്മളെ വീട്ടിലെ ഉമ്മമാരെ ജുട്ടൊക്കെ നോക്കിയാൽ കാണാം, അങ്ങനെ ബേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചതല്ലേ, ഇങ്ങനെ ഇവിടെ തൊട്ട് നോക്കിയാൽ അവർ ജുട്ട് കാണാം. ചിലത് കുറച്ച് നീളമുള്ളതുണ്ടാകും, വേറെ ചിലത് കുറച്ച് കുറവുണ്ടാവും. ഞാൻ ഉമ്മമാരോട് ഇടയ്ക്കൊരു മസാല പറയാ, ഇനി അഥവാ ജുട്ട് കുറച്ചാണെങ്കിൽ വേറെ മുടി അങ്ങ് എടുത്തിട്ട് നിങ്ങളെ കൂട്ടി നോക്കണ്ട, അത് പാടില്ല, കടുത്തു തെറ്റാണ്. എന്റെ തലയിൽ മുടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വേറെ പെണ്ണിന്റെ മുടി എടുത്തിട്ട് കുറച്ച് ഫിക്സ് ചെയ്തോട്ടെ മൊയ്ലിയാരെ? പറ്റില്ല. പറഞ്ഞില്ലേ അല്ലാഹു തആല അങ്ങനെ ഈ മുടി ചേർക്കാൻ ആവശ്യപ്പെടുന്നവരെയും മുടി ചേർക്കുന്ന സ്ത്രീകളെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് അങ്ങനെയല്ല. ഇത് പിന്നെ എങ്ങനെയാണ്? പോണിടെയിൽ എന്ന് പറഞ്ഞാൽ ഈ തലന്റെ ജുട്ട് ഇങ്ങനെ ബേക്ക് ഇങ്ങനെ വിടുക, അങ്ങോട്ട് വിടുമ്പോഴെന്താ പ്രശ്നം ചോദിച്ചാല്, ഈ കഴുത്ത് ഭാഗല്ലേ, കഴുത്ത് ഭാഗം വ്യക്തമായി കാണും. പെണ്ണിന്റെ കഴുത്ത് ഭാഗം വ്യക്തമായി കാണും. അങ്ങനെ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പോണി ടൈലൊക്കെ ആക്കിയിട്ട് കഴുത്ത് കണ്ടാ പിന്നെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ നേരം ഉണ്ടാവൂല. ഈ പെൺകുട്ടികളുടെ കഴുത്ത് നോക്കിയിരിക്കാൻ തന്നെ നേരം ഉണ്ടാവും. അതുകൊണ്ട് ഫ്രാൻസിലെ കോളേജുകളുടെ ഉള്ളിൽ തീരുമാനമെടുത്തു, പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ പോണി ടൈലിൽ അതാ അവരുടെ മുടി കെട്ടുന്നതിന് നിരോധനമുണ്ട്, പാടില്ല കേട്ടു. ഇതിനാരും ചോദ്യം ചെയ്തില്ല, ഇതിനെ ഒരാളും ചോദ്യം ചെയ്തില്ല. കാരണം അപ്പറഞ്ഞത് ശരിയാണല്ലോ, അല്ലെങ്കിൽ ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കുമല്ലോ. ഉമ്മമാരെ, അതുകൊണ്ടാണ് നിങ്ങളോട് ഇസ്ലാം പറഞ്ഞത്, നിങ്ങളെ മുഖം മറക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ശരീരം മുഴുവനും മറക്കാതെ അതേ പുറത്തു പോകാൻ പാടില്ല. എന്തിനേരെ പറയണു? ഈ പറപ്പാടി മഖാം ഉറൂസിന്റെ സദസ്സിലിരുന്ന് ഈ വിനീതന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാരെ, ഇടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു മസാല പറഞ്ഞു തരികയാണ്. എന്താ മസാല? നിങ്ങളൊരു നഖം വെട്ടിയാൽ ആ വെട്ടി മുറിഞ്ഞു വീണ നഖം പോലും അന്യപുരുഷൻ കാണാൻ പാടില്ല. നിങ്ങളുടെ മുഖം തുറന്നു വെക്കുന്നത് തെറ്റായതുപോലെ നിങ്ങൾ വെട്ടിയ നഖമില്ലേ, ആ നഖം അന്യ പുരുഷന്മാരെ കാണുന്ന വിധത്തില് നിങ്ങളതാ പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിയാരെ, ഈ വെട്ടിയ നഖം എന്താ ചെയ്യേണ്ടത്? കൊണ്ടുപോയിട്ട് തൊള്ളയിടാൻ പറ്റൂല.
കൊണ്ടേറ്റ് തൊള്ളയിലിടാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെന്താ ചെയ്യാ? ഇതിനെ കൊണ്ടുപോയി മറവ് ചെയ്യണം. ഇതിനെ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 6 അടി മണ്ണിന് ചുവട്ടിൽ കൊണ്ടുപോയി നഖം മറവ് ചെയ്യണമെന്നാണോ? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെയോ, ഓ ഉമ്മമാരെ, നിങ്ങളെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മുടിയില്ലേ, ഇതുപോലെ തന്നെ നിങ്ങളെ വെട്ടിയ നഖമില്ലേ, ആ നഖം മുഴുവനും അന്യ പുരുഷന്മാരെ കാണാത്ത വിധത്തിൽ നിങ്ങൾ മറച്ചു വെക്കണം കേട്ടോ. അന്യ പുരുഷന്മാർക്ക് കാണാൻ ഇടവരുത്തരുത് കേട്ടോ. അതുപോലും പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിൽ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ മുഖം തുറന്നു വെക്കരുത്, ശരീരം തുറന്നു വെക്കരുത്, മറക്കാതെ തെരുവിലിറങ്ങരുത് എന്ന് പറയേണ്ടതുണ്ടോ? ഇപ്പൊ ചില പുരുഷന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. സ്റ്റേറ്റസ് നോക്കുന്ന കാലമാണല്ലോ ഇന്ന് സ്റ്റേറ്റസിന്റെ കാലമാണ്. ഓരോ കാലം ഓരോന്നിന്റെ യുഗമാണ്. കുറച്ചു മുമ്പ് വാട്സപ്പ് ഉണ്ടായി. ഇപ്പൊ വാട്സപ്പിനേക്കാളും വലിയ സ്ഥാനം സ്റ്റാറ്റസിനാണ്. ഓരോരുത്തരും സ്റ്റാറ്റസ് നോക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ സ്റ്റാറ്റസ് നോക്കാൻ ആരും കിട്ടൂല. എന്താ കാരണം? അതിന്റെ ഉപ്പ വരും, വേറൊന്നും അതിനെക്കാളും വലിപ്പമുള്ള പിന്നൊന്ന് വരും. എന്നിട്ട് ഇപ്പൊ സ്റ്റാറ്റസിൽ എന്താ ചെയ്യാ? പറയാതിരിക്കാൻ കഴിയില്ല, വിഷമം തോന്നരുത്. ഇവനും ഇവന്റെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഫോട്ടോ. എന്നിട്ട് ഇവൻ മാന്യനാവാണ്. എങ്ങനെയാണ് മാന്യനാവുക? ഇവന്റെ മുഖം ശരിക്കും കാണുന്നുണ്ട്, ഭാര്യന്റെ മുഖം മാത്രം കാണുന്നില്ല. അവിടെ എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള മുഴുവനും കാണുന്നുണ്ട്, പർദ്ദ കാണുന്നുണ്ട്. മുഖം മാത്രം ആ മുഖത്തിന്റെ ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. ഓ വാത കേൾക്കുന്ന പുരുഷന്മാര്, കരളിന്റെ കഷ്ണങ്ങളായ ജട്ടാനുജന്മാര്, ചെറുപ്പക്കാരെ, നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നത്? സ്റ്റിക്കർ മുഖത്ത് ഒട്ടിച്ച് വെച്ചിട്ട് സ്റ്റേറ്റസിൽ എടുത്തു വെച്ചാലും അതാ നിന്റെ സ്റ്റേറ്റസ് കാണുന്നവര് അവരുടെ മനസ്സില് നീയും നിന്റെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോ ഒരു പക്ഷേ നിന്റെ ഭാര്യയുടെ മുഖം വ്യക്തമായും കാണുന്നില്ലെങ്കിലോ അതാ അവന്റെ കൽബില്, നോക്കുന്നവന്റെ കൽബില് തെറ്റായ ചിന്ത ഉദിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അതിന് സാഹചര്യം ഒരുക്കിയതാരാണ്? ഭാര്യയുടെ ഫോട്ടോ ഇതുപോലെ മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് സ്റ്റേറ്റസിൽ എടുത്തു വെച്ച ഭർത്താവാണല്ലോ. ഞാൻ പറഞ്ഞു വന്നതൊരിക്കലും പാടില്ലാത്ത കാര്യം പാടില്ല എന്ന് പറഞ്ഞു തന്നാൽ അത് കേട്ട് അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ കേട്ടോ. മഹാന്മാരെ പുകഴ്ത്തുന്നത് നല്ലതാണ്, മഹാന്മാരെ പ്രകീർത്തിക്കുന്നത് നല്ലതാണ്, മഹാന്മാരെ മദ്ഹ് ചൊല്ലുന്നത് നല്ലതാണ്, മഹാന്മാരെ കുറിച്ചുള്ള ബൈത്തുകൾ നല്ലതാണ്. പക്ഷേ മ്യൂസിക് കടുത്ത തെറ്റാണ് കേട്ടോ. ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താണ് ഉമ്മമാരുടെ സ്വഭാവം? അതാ ഒരു പട്ടുറുമാല് കാണാണ്, അല്ലെങ്കിൽ വേറെ പല റിയാലിറ്റി ഷോകളും കാണാണ്. എന്നിട്ടോ ഉസ്താദേ ഞങ്ങൾ ബദരീങ്ങളെ പാട്ടാ കേൾക്കുന്നത്, അജ്മീർ ഖാജാ തങ്ങളെ പാട്ടാണ് കേൾക്കുന്നത്, ഇതുപോലെ തന്നെ ഔലിയാക്കളുടെ പാട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് എന്നും പറഞ്ഞിട്ട് അതിലെ മ്യൂസിക് കലർന്ന പാട്ട് കേട്ടിട്ട് ന്യായം എന്താണ്? മഹാന്മാരുടെ പാട്ട് എന്നാണ്. കടുത്ത തെറ്റാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നല്ല ഒരു ഗ്ലാസ് പാല് എടുത്തു നോക്കുക. നല്ല ഒരു ഗ്ലാസ് പാല്, ആ പാലിൽ അതാ ഒരൽപ്പം നജസ് വീണാൽ, ഒരു ഗ്ലാസ് നിറയെ പാലാണ്, നജസോ ഒരൊറ്റ തുള്ളിയേ വീണിട്ടുള്ളൂ. ചോദിക്കട്ടെ, ആ പാല് കുടിക്കാൻ പറ്റുമോ? പാല് കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് നജസാണ്, അപ്പൊ ഒരു ഗ്ലാസ് പാലാണ്, വീണ നജസോ ഒരു തുള്ളി നജസാണ്, പറ്റൂല.
നജസ് കളർന്നുപോയി. ഇതുപോലെ മ്യൂസിക് തെറ്റാണ് കേട്ടോ. തെറ്റായ മ്യൂസിക്കിന്റെ പാട്ട് ഔലിയാക്കളുടെ മദ്ഹികളിൽ ചേർത്തി പാടിയാലും തെറ്റാണ് കേട്ടോ. അത് വാദ് പറയുന്ന ഉസ്താദുമാര് പറഞ്ഞു തന്നാലോ അത് എന്റെ നന്മക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തലാണ് നല്ലത്. അതുകൊണ്ടല്ലേ ചരിത്രം മറക്കരുത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ്. ആ അടിമ ഒരു സാധനം കട്ടെടുത്തു, തെളിഞ്ഞു ഈ അടിമയാണ് കട്ടതെന്ന് തെളിഞ്ഞു. മഹാനവരുകൾ ഉത്തരവിട്ടു. എന്താ ഉത്തരവ്? ഈ അടിമയുടെ കട്ടെടുത്ത മനുഷ്യന്റെ കൈ മുറിച്ചെടുത്തു. ഈ അടിമയുടെ 2 കൈയും വെട്ടി മുറിച്ചെടുത്തു. ഈ അടിമ ഇതാ വല്ലാതെ സങ്കടത്തിൽ അതാ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ അതാ കണ്ടുമുട്ടുന്നു സ്വഹാബിയായ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. ഈ അടിമയായ മനുഷ്യനോട് 2 കൈകൾ മുറിച്ചെടുക്കപ്പെട്ട ഈ മനുഷ്യനോട് സൽമാനുൽ ഫാരിസി തങ്ങൾ ചോദിച്ചു, ഓ മനുഷ്യോ, നിന്റെ കൈ മുറിച്ചെടുത്തതാരാണ്? ഈ അടിമയായ മനുഷ്യൻ സൽമാനുൽ ഫാരിസി തങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ ഈ 2 കൈ വെട്ടി മുറിച്ചെടുത്തത് ആരാണെന്നറിയോ? അതെ, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവാണ്. ഒന്നാമതായി മറുപടി പറഞ്ഞത് അങ്ങനെയാ, മുഅ്മിനീങ്ങളുടെ നേതാവാണ്. രണ്ടാമതായി മറുപടി പറയാണ്, ഈ കൈ മുറിച്ചെടുത്തത് ആരാണെന്നറിയോ? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാണ് കേട്ടോ. രണ്ടാമത്തെ മറുപടി അങ്ങനെയാണ്. മൂന്നാമത്തെ മറുപടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് കേട്ടോ. ബഹുമാനിച്ചിട്ടാണ് അലിയാർ തങ്ങളെ പുകഴ്ത്തിയിട്ടാ പറഞ്ഞത്. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത്, അല്ല മനുഷ്യ, നിങ്ങൾ കട്ടെടുത്തതിന്റെ പേരില് നിങ്ങളെ 2 കൈയും മുറിച്ചവരല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്? എന്നിട്ടും അവരെ നിങ്ങൾ പുകഴ്ത്തിയിട്ടാണല്ലോ പറഞ്ഞത്. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരുമകൻ എന്നാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് എന്നാണ്, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്നാണ്. എന്തേ പ്രശംസിക്കാൻ തോന്നിയത്? ഈ അടിമയായ മനുഷ്യൻ പറയാണ്, അതാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നീതിയല്ലേ ചെയ്തത്, ന്യായമല്ലേ നടപ്പിലാക്കിയത്. ഞാൻ കട്ടെടുത്തു എന്നത് ശരിയാണല്ലോ, കട്ടെടുത്തവന്റെ കൈ വെട്ടി മുറിച്ചെടുക്കേണ്ടതല്ലേ. എനിക്ക് നീതി പഠിപ്പിച്ച മഹാനാണ്, പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല. ഇത് കേട്ടപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നേരെ പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി. എന്നിട്ട് അതാ പറയുകയാണ്, ഓ അലിയാർ തങ്ങളെ, നിങ്ങൾ വെട്ടി മുറിച്ചെടുത്ത കൈ ഒരു അടിമയുടേതാണല്ലോ. ആ അടിമക്ക് നിങ്ങളോടൊരൽപ്പം പോലും വെറുപ്പില്ല കേട്ടോ. ഇപ്പോഴും നിങ്ങൾ അതാ കൈ വെട്ടി മുറിച്ചെടുത്തുവെങ്കിലും ആ അടിമ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അലിയാർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ലോകത്ത് വലിയ കറാമത്ത് കാണിച്ച മഹാന്മാരല്ലേ സ്വഹാബത്ത്, ഔലിയാക്കൾ വലിയ കറാമത്ത് കാണിച്ചവരല്ലേ, ആ ഔലിയാക്കളുടെ നേതാക്കന്മാരല്ലേ മഹാന്മാരായ സ്വഹാബത്ത്. അലിയാർ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ അടിമയെ അടുത്തേക്ക് വിളിക്കുകയാണ്, അടുത്തേക്ക് വിളിക്കുകയാണ്. അടിമയായ മനുഷ്യൻ അടുത്തു വന്നു. ഈ അടിമയോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, നിങ്ങളെ 2 അതാ ഈ 2 മുഴങ്കൈയില്ലേ, ആ കൈയുടെ ഭാഗത്തേക്ക് അലിയാർ തങ്ങൾ തന്റെ കൈ അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ടതാ ഒരു തുണി കഷ്ണം കൊണ്ട് 2 കൈയങ്ങ് കെട്ടി. ഈ അടിമയായ മനുഷ്യന്റെ 2 കൈയുടെ ബാക്കി ഭാഗങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഒരു കൈ ഒരൊറ്റ തുണി കഷ്ണം കൊണ്ടങ്ങ് പൊതിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരൽപ നേരം കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നൊരു അശരീരി കേൾക്കുകയാണ്, ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം? അതേ ഒന്ന്
അഴിച്ചു നോക്കൂ, ആ തുണിയൊന്ന് അഴിച്ചു നോക്കൂ. അലിയാരതങ്ങൾ തുണിയൊക്കെ അടിച്ചു നോക്കിയപ്പോ അടിമയായ മനുഷ്യനെ വെട്ടിമുറിച്ചെടുത്ത രണ്ട് കൈ തിരിച്ച് ആ അടിമയുടെ കയ്യിൽ കാണോ. വെട്ടിമുറിക്കപ്പെട്ട രണ്ട് കൈ ഈ മനുഷ്യന്റെ കയ്യിൽ തന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കൈയങ്ങ് തിരിച്ചു കിട്ടി. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഏത് വാദ കേൾക്കുമ്പോഴും ആ കേട്ട വാദില് ഞാൻ ജീവിതത്തിൽ നിത്യമായും ചെയ്യുന്ന തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഞാൻ ചെയ്യാത്ത ഒരു നന്മ ഈ കേട്ട വാദിലുണ്ടോ എന്നാൽ ആ അമല് ചെയ്യാം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ലോകത്ത് ഏറ്റവും വലിയ മഹത്വമുള്ള കൈയിന്റെ ഉടമയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്താ കൈയിന്റെ പ്രത്യേകത എന്നറിയോ? ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മറന്നോനെനിക്കറിയില്ല കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. എന്താ തങ്ങൾ പറഞ്ഞെന്നറിയോ? ഇനിയിപ്പോ ഞാനെങ്കാലും വേറെ എവിടെയെങ്കിലും വിഷയം ഡൈവേർട്ട് ആയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയാൽ പിന്നെ ഉണ്ടാവും വാട്സപ്പിൽ മെസ്സേജ്, കമന്റ് ബോക്സിൽ ഉണ്ടാവും ഇങ്ങനെ അടിക്കുറിപ്പ്, ഉസ്താദ് അതിന്റെ ബാക്കി എങ്ങോട്ട് പോയി നീ എന്ന് അറിയുന്നില്ല, അതിന്റെ ബാക്കി ഏടെ എന്നിങ്ങനെ കമന്റ് ബോക്സിൽ വരും. അതുകൊണ്ട് കമന്റ് ബോക്സിൽ ഒന്നും ഇടണ്ട, വാല് കേട്ടാ. വാല് കേൾക്കുന്ന ചില ആളുകളുണ്ട്, വളരെ തോന്നിവാസത്തിൽ കമന്റ് ഒക്കെ അടിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ വാല് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു പെണ്ണിന്റെ ഐഡിയ ആണ്, അത് ഏതോ ഒരാണായിരിക്കും, പെണ്ണാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പെണ്ണിന്റെ ഐഡിയ ആണിനുണ്ടാക്കാൻ പറ്റും, ആണിന്റെ ഐഡിയ പെണ്ണിനുണ്ടാക്കാൻ. ഐഡിയ ഉണ്ടാക്കാൻ വലിയ ഐഡിയ ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടോ? എന്താ മനുഷ്യന്മാരെ, ഫേസ്ബുക്കിലും ഗൂഗിളിലും ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണോ? അതിന് നമ്മൾ ഒരു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആണിന് പെണ്ണിന്റെ ഐഡിയ ഉണ്ടാക്കാൻ കഴിയും, പെണ്ണിന് ആണിന്റെ ഐഡിയ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ ചങ്ങായിമാരെ, എന്റെ പൊന്നുമക്കളെ, ചെറുപ്പക്കാരെ, എന്റെ അനുജന്മാരെ, എങ്ങോട്ട് ഞാൻ ഒന്ന് പറയാ, ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിന്റെ ഐഡിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാ അപ്പൊ ഇവൻ ഇവന് ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ പറയാ, ആണുങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ അതൊന്നും വേണ്ട, പുരുഷന്മാരെ ഫ്രണ്ട് റിക്വസ്റ്റോ അതൊന്നും വേണ്ട, നോക്കാം ഫർസാന, മംതാസ്, ഡാഷാസ്, ഇങ്ങനെ ഓരോന്നും കാണുമ്പോ എടാ മനുഷ്യ, നിന്നെ പറ്റിക്ക, നിന്നെ ബോളനാക്കുക. എന്താ കാരണം എന്നറിയോ? അത് വേറെ ആരെ ഐഡിയ ഒന്നുമല്ല, അത് ആരെ ഐഡിയ? അതൊരു ആണിന്റെ ഐഡിയ ആണ്. അവന് നിന്നെ പറ്റിക്കാൻ വേണ്ടി പെണ്ണിന്റെ പേരിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്തതാ. പെട്ടുപോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ കൈ ബക്കറ്റ് സംഭവിച്ചു പെണ്ണുങ്ങളെ അല്ല, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നു. ഉമ്മമാരെ, ബക്കറ്റ് നിറച്ച് പൈസ ഇടണം. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് കാണിക്കണവാ, ബക്കറ്റ് കൊണ്ടുവന്ന് കാണിക്കണം, എത്ര പൈസ ഇട്ടിനായിരുന്നു കാണിക്കണം. ബക്കറ്റ് നിറയെ സംഭാവന ഇടുക. അമ്മമാരെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഇന്നലെ രാത്രി ഞാനൊരു സ്ഥലത്ത് വാദിനോയി. അവര് പറഞ്ഞു ഒരു ജനറേറ്റർ വേണം ഉസ്താദെ, പക്ഷെ ആളുകൾ തരുവോന്ന് അറിയില്ല ഉസ്താദെ. കാരണം ഈ അടുത്ത് പിന്നെ എന്താണ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് തന്നെ ഞങ്ങൾ നാട്ടുകാരോടൊക്കെ പിരിവ് നടത്തിയതാ. ജനറേറ്ററിന് 2 ലക്ഷത്തോളം പൈസ വരും. അതുകൊണ്ട് ഒന്ന് തുടങ്ങിയാൽ മതി, ഭർത്തിയാക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു ഈ നാട്ടുകാർ ചോദിച്ചാൽ തരും. അങ്ങനെ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു ജനറേറ്ററിന്റെ മൊത്തം പൈസ അവിടെ ഉണ്ടാക്കി. അല്ലാഹുവേ, നീ ആ സഹായിച്ചവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. എന്തെങ്കിലും ആമീൻ പറയാത്ത നിങ്ങൾ വലിയ മടിയന്മാരല്ലേ. അല്ലാഹു സന്തോഷം നൽകണേ റഹ്മാനെ. ഈ സദസ്സിലുള്ളവർക്ക് ഉറക്കെ ആമീൻ പറയാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അപ്പൊ ശരിയായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് വിഷയം മറക്കണ്ട. ഈ കൈ എവിടെ പോയി എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയാൽ നിങ്ങളെ കൈ എവിടെയാണ് പോയി രാപ്പാർക്കാന്നറിയില്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നാൽ ഈ കൈ കൊണ്ടുപോയി പാത്രത്തിൽ മുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് വേണം മുക്കാൻ എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഒരു മനുഷ്യൻ, ഓൻ വലിയ ധിക്കാരിയാ, ഓൻ പറഞ്ഞു എനിക്കറിയാ എന്റെ കൈ എവിടൊക്കെ രാത്രി പോകും എനിക്കറിയാ. ഇവൻ പറയാ ധിക്കാരല്ലേ.
തങ്ങൾ പറഞ്ഞതാ, ലോക നേതാവ് പറഞ്ഞതാ, കൈ രാത്രി എവിടെ പോകുന്ന അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രഭാതത്തിലായാൽ കൈ കഴുകുന്ന മുമ്പ് പാത്രത്തിൽ മുക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിരിക്കണം 3 പ്രാവശ്യം. അപ്പൊ ഒരുത്തം വന്നു പറഞ്ഞു, എനിക്കറിയാം എന്റെ കൈ രാത്രി എവിടെയാറാ പറക്കാം. പിറ്റേന്നിന്റെ പ്രഭാതത്തിൽ ഉണർന്നപ്പോ കിതാബിലൊക്കെ കാണാൻ കഴിയും, ഇമാമിങ്ങൾ പറയാ, ഇവന്റെ 2 കൈയും ഇവന്റെ ദുബുറിന്റെ ഉള്ളിൽ കയറി നിന്നിരിക്കുക, പുറത്തേക്ക് വലിച്ച മൂപ്പര് വരൂല്ല. ഇവന്റെ പിന്ദ്വാരത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഇവന്റെ 2 കൈ. എന്താ കാരണം? ധിക്കാരാണ്, മുത്തുനബി തങ്ങളോട് കാണിച്ച ധിക്കാരം. എന്നാൽ വിഷയം മറക്കരുത്, ലോകത്ത് ഏറ്റവും മഹത്വമുള്ള കൈ ആരുടെ കൈയാണ്? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ കയ്യിനൊരു പ്രത്യേകതയുണ്ട്. ആരാണ് ആ സ്വഹാബി എന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ കയ്യിന്റെ പ്രത്യേകത എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്ത കാലം തൊട്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്ത കാലം മുതൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇതാ ബൈഅത്ത് ചെയ്ത കാലം മുതൽ ഈ എന്റെ കൈകൊണ്ടല്ലേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. ഈ കൈകൊണ്ട് ഞാൻ എന്റെ ഗുഹ്യ ഭാഗം സ്പർശിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മരണം വരെ കൈകൊണ്ട് ഗുഹ്യ ഭാഗം സ്പർശിക്കാത്ത സ്വഹാബിയല്ലേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്തേ കാരണമെന്നറിയോ ചെറുപ്പക്കാരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട കൈയാണിത്, തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത കൈയാണിത്. ഈ കൈ കൊണ്ട് ഗുഹ്യ ഭാഗം തൊടൂല. ആ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവരികൾ എങ്ങനെയാണ് വഫാത്താകുന്നത്? ചരിത്രത്തിൽ കാണാം, ഷഹീദായി ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഷഹീദാകുന്നത്? മഹാനവരികൾ വീട്ടിലിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വീട്ടില് പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. മഹാനവരികളുടെ വീട് ശത്രുക്കൾ വളയം ചെയ്തു. മേൽക്കൂരയുണ്ടല്ലോ, എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കണോ, മേൽക്കൂരയിൽ നിന്ന് താഴോട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ശത്രുക്കൾ ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ശത്രുക്കൾ വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ആക്രമിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്. ഭാര്യ ഓടി വരികയാണ്, എന്റെ ഭർത്താവിനെ ആക്രമിക്കല്ലേ. പ്രിയപ്പെട്ട ഭാര്യക്ക് എന്തൊരു സ്നേഹമാണല്ലോ. വെറുതെയാണോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അറിയാമോ ഉമ്മമാരെ, എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരെ? നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നിങ്ങളെ ഭർത്താക്കന്മാരാണല്ലോ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അതാ മയ്യത്തിനെ കൊണ്ടുപോവുകയാണ്. ആദ്യം ഒരു പെണ്ണിന്റെ ബാപ്പ യുദ്ധത്തിൽ ഷഹീദായി. ആ ബാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ നിന്റെ ബാപ്പാന്റെ മയ്യത്താണത്, ഷഹീദായ നിന്റെ ബാപ്പാൻ മയ്യത്താണ്. അപ്പൊ ഈ പെണ്ണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരിച്ച വിവരം കേട്ടാൽ അതല്ലേ ചൊല്ലേണ്ടത്. എന്നാൽ രണ്ടാമതായി ജ്യേഷ്ഠന്റെ ഷഹീദായ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ ഇത് നിന്റെ ജ്യേഷ്ഠനായ ഷഹീദായ നിന്റെ ജ്യേഷ്ഠന്റെ മയ്യത്താണ്. അപ്പോഴും പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൂന്നാമതായി അതാ സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂടെയുള്ളവര് പറഞ്ഞു, പെണ്ണേ ഇത് നിന്റെ ഭർത്താവായ ഷഹീദായ ഭർത്താവിന്റെ മയ്യത്താണ്. ഇത് കേട്ടപ്പോൾ ഭാര്യ അങ്ങ് കരഞ്ഞുപോയി. ബാപ്പയാണ് മരിച്ചത് എന്ന് പറഞ്ഞപ്പോ ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞപ്പോണ്ടോ, ചേട്ടനാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞപ്പോണ്ട് സ്വന്തം ഭർത്താവിന്റെ മയ്യത്താണ്
മയ്യിത്താണ് കൺമുന്നിൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോ ഇന്നാ ലില്ലാഹി എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പണ്ടങ്ങ് കരഞ്ഞുപോയി. വല്ലാത്ത കരച്ചിലാണ് കേട്ടോ. അപ്പോഴാണ് ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കണ്ടില്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പ മരിച്ചു എന്ന് കേട്ടാൽ അവൾക്ക് സഹിക്കാൻ പറ്റിയേക്കോ, ചേട്ടൻ മരിച്ചു എന്ന് കേട്ടാൽ സഹിക്കാൻ പറ്റിയേക്കോ. അതേ സമയത്ത് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് താങ്ങാൻ കഴിയില്ല. കാരണം ഭാര്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആരെയാണ്? ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബാപ്പാനെയല്ല, ചേട്ടനെയല്ല, സ്വന്തം ഭർത്താവിനെയാണ് കേട്ടോ. അത്രയും വലിയ കടപ്പാടല്ലേ ഒരു ഭാര്യക്ക് ഭർത്താവിനോട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ വന്ന് വീട് വലയം ചെയ്തു. വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊല്ലാൻ നോക്കിയപ്പോ ഭാര്യ എങ്ങ് വന്ന് തടയുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, ഓ പ്രിയപ്പെട്ട ഭാര്യ മാറി നിന്നോ, ഇവരെന്നെ കൊല്ലാനാ വന്നത്, ഇന്ന് എന്റെ മരണം ഉറപ്പാ. ഉമ്മമാരെ, ഈ പാവപ്പെട്ടവന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. നാളെ എനിക്ക് കെറബലി എന്ന സ്ഥലത്ത് കർണാടകയിൽ വാള് പറയാൻ ഒരു സ്റ്റേജ് കാത്തിരിക്കുകയാണ്. അവിടെ ഈയുള്ളവൻ ജീവനോടെ എത്തുമോ? നിങ്ങൾക്കും ഇതുപോലെ നാളെ പറപ്പാടി മഖാം ഉറൂസിൽ വാള് കേൾക്കാൻ വരാനുണ്ട്. ജീവനോടെ വരാൻ കഴിയുമോ? പറയാൻ കഴിയില്ലല്ലോ. മഹാന്മാരെങ്ങനെയാണെന്നറിയോ? അവര് മരണം മുന്നിൽ കണ്ട് ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാണ്, ഓ പ്രിയപ്പെട്ട ഭാര്യ മാറി നിന്നോ, ഇവർ എന്നെ ഇന്ന് കൊല്ലും ഉറപ്പാണ്. എന്തേ കാരണമെന്നറിയോ? ഇന്നലെ ഞാനതാ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കത്തിൽ എന്റെ നേതാവ് വന്നല്ലോ. ആരാണ് എന്റെ നേതാവെന്നറിയോ? ആദി അമൈതേ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബിറസൂലില്ലാഹ് ആമന്ന ബിറസൂലില്ലാഹ്. ഉറക്കെ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ എന്റെ സ്വപ്നത്തിൽ അങ്ങ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്മാൻ ഒരുങ്ങിക്കോ ഉസ്മാനെ, തയ്യാറായിക്കോ ഉസ്മാനെ. എന്റെ പ്രിയപ്പെട്ട ഉസ്മാന് നാളെ നോമ്പ് തുറക്കുന്നത് എന്നോടൊപ്പമാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ നാളെ നോമ്പ് തുറക്കാനുള്ളത് എന്നോടൊപ്പമാണ്. ഭാര്യ വന്ന് തടയാൻ നോക്കുമ്പോ ഭാര്യയോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാ, പ്രിയപ്പെട്ട ഭാര്യ മാറി നിന്നു, ശത്രുക്കൾ എന്നെ ഇന്ന് കൊല്ലുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്നലെ എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. മഹാന്മാര് ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ
നോമ്പുകാരനായി അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നോമ്പ് തുറക്കാൻ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞല്ലോ. അതുപോലെയുള്ള മരണം വേണമെന്ന് കൊതിക്കാത്തവരെന്റെ സദസ്സിലുണ്ടോ? പറപ്പാടിയിൽ അന്തിയുറങ്ങുന്ന മഹാനരുടെ ദർബാറിൽ ഇരുന്ന് ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരെ, വാല് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഇതുപോലെയുള്ളൊരു മരണം വേണമെന്ന് കൊതിക്കാത്ത ആണുങ്ങൾ എന്റെ സദസ്സിലുണ്ടോ? കൊതിക്കാത്ത സ്ത്രീകൾ എന്റെ സദസ്സിലുണ്ടോ? അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? അതിനെ ഇപ്പൊ വരാൻ പോവാ. ഇപ്പൊ ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കണില്ല. എത്ര മണിക്കാ ഞാൻ വാല് തുടങ്ങിയെന്ന് പറയും? എത്ര മണിക്കാ ഞാൻ വാല് തുടങ്ങിയെന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടാവൂലെ? ഞാൻ ഇത്ര ദൂരം 10:05 എന്ന് ഡിസ്കൗണ്ട് ചെയ്യാം, ഒരു 10 കൂട്ടാം. അപ്പൊ 11:30. എന്നൊരു 1/4 മണിക്കൂറേ വാലുണ്ടാവും. ഇരുന്നേരോ എന്ന് അറിയണല്ലോ കൈപൊക്കി. അൽഹംദുലില്ലാ. അല്ലാഹ് ഈ കൈപൊക്കിയവർക്ക് മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാത്തവരെ കാര്യം നിനക്ക് വിട്ടതാ. കൈ പൊക്കിയവർക്ക് മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പെട്ടെന്ന് നീ അവരെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഇനിയൊന്ന് കൈപൊക്ക്. അവസാനം വരെ കണ്ട ദുആയങ്ങ് കിട്ടിയപ്പോ കണ്ട. അല്ലാഹുവേ നീ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നമ്മൾ ഈ സദസ്സിൽ കൈപൊക്കാൻ പറയണ എന്തിനറിയോ? ഒന്ന് സദസ്സൊന്ന് ഇളകാൻ വേണ്ടിയാ, ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി. കാരണം ഇബ്ലീസ് വരും, ഇടയ്ക്ക് ഇബ്ലീസ് വരും. വന്നിട്ട് ഇബ്ലീസ് ഉറങ്ങാൻ പറയും. സുബഹിക്ക് മാത്രല്ല വാല് കേൾക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് പറയും ഉറങ്ങിക്കോ. എന്താ കാരണം? വാല് കേട്ട് നന്നാക്കാൻ ഇബ്ലീസിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് കിടക്ക്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. ഇപ്പോഴും ലഅനത്തുല്ലാഹി അലൈഹി പറയാൻ മടിയാ. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. മഹാന്മാരൊക്കെ ചോദിക്കുക, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ സദസ്സിലിരിക്കുമ്പോ ഇവൻ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാ. ഒറ്റക്ക് റൂമിൽ കൈവെള്ളയിലെ മൊബൈലിലൂടെ തോന്നിവാസം ചെയ്യുമ്പോ ഇബ്ലീസിനെ കെട്ടിപ്പിടിക്കുക ഇവൻ. കാരണം തെറ്റ് ചെയ്യുമ്പോ ഇബ്ലീസിനെ കൂട്ടിയിട്ടല്ലേ തെറ്റ് ചെയ്യാ. പക്ഷെ ജനങ്ങളെ മുന്നിൽ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഉറക്ക പറയാ. എന്ത് മനുഷ്യന്മാരാ മഹാന്മാരൊക്കെ ചോദിക്കാം. യഹ്യാ നബി അലൈഹിസ്സലാമി ഒരിക്കൽ ഇബ്ലീസിനെ കണ്ടപ്പോ ഇബ്ലീസിനോട് ചോദിച്ചു, എന്നെ എന്തെങ്കിലും നീ പറ്റിക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പുണ്ടാക്കും ഞാൻ. വിശപ്പ്. അപ്പൊ നിങ്ങൾ നല്ലോണം കഴിക്കും. നല്ലോണം കഴിച്ചാലോ നിങ്ങൾക്ക് പിന്നെ ദിക്ർ ചൊല്ലാൻ കുറച്ച് മടി ഉണ്ടാവും. ഒക്കെ എന്റെ പണിയാ. ഇബ്ലീസ് വരാ. അപ്പൊ യഹ്യാ നബി അലൈഹിസ്സലാം തീരുമാനിച്ചിട്ട് പറഞ്ഞു, എന്നാ കേട്ടോ ഇബ്ലീസേ, ഇനി മരണം വരെ ഞാൻ വയറ് നിറച്ച ഭക്ഷണം കഴിക്കൂല എന്നാണ്. ഇത് കേട്ട ഇബ്ലീസ് പറഞ്ഞു, ഇനി ഒറ്റ മുസ്ലിമിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കൂല എന്നാണ്. ഒറ്റ മുസ്ലിമിനോടും ഞാൻ നല്ല കാര്യം പറഞ്ഞു കൊടുക്കൂല. അപ്പൊ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്തപ്പോ ഇബ്ലീസിന്റെ വർത്താനം വരാൻ കാരണം? പറയേ. ആ കൈപൊക്കാൻ വേണ്ടി പറഞ്ഞ അതിനാണ്. അപ്പൊ ഒന്ന് സദസ്സൊന്ന് ഇളകും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ആ ബറാഅത്തിന്റെ രാവാണ് വരാൻ പോകുന്നത്. ഉമ്മമാരെ, ഇവിടൊക്കെ എപ്പോഴാ ബറാഅത്ത്? ഒന്ന് പറയ് മനുഷ്യൻ. 19 ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച രാവ് അല്ലേ? ശനിയാഴ്ച പകൽ അല്ലേ? അങ്ങനെയാണോ മാസം? വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണോ? ഒന്ന് പറയ് ചങ്ങായിമാരെ. ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച പകലാണോ നോമ്പ്? അൽഹംദുലില്ലാ. നോമ്പ് പിടിക്കാൻ ഒരു ഇടങ്ങേറ്, നോമ്പിനോടുള്ള ദേഷ്യം തീർക്കാൻ. എന്നാ ഞാൻ പറയട്ടെ, വേലയേക്കണ ഉമ്മമാരോടൊക്കെ പറയാ, 13, 14, 15. ശനിയാഴ്ചയാണ് 15 എങ്കില് ഇൻഷാ അല്ലാഹ് അതിന്റെ തൊട്ടു മുമ്പ് 14, അതിന്റെ തൊട്ടു മുമ്പ് 13. അഥവാ വ്യാഴം, വെള്ളി, ശനി, 3 ദിവസം കൂടി നോമ്പ് നോൽക്കാൻ തീരുമാനിക്കൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്നേതാ ദിവസം?
സ്കൂളിന് പോകുമ്പോഴൊക്കെ അറിയാറുണ്ടായിരുന്നു ദിവസം ഏത്. ഇന്നിപ്പോ ഏതാ ദിവസം? തിങ്കളാഴ്ച. അതാ സ്കൂൾ പോണ കുട്ടികൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്ക പറയാ തിങ്കളാഴ്ച മൺഡേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാ കേട്ട ഉമ്മമാരെ, ഈ വരാൻ പോകുന്ന തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, വ്യാഴം, വെള്ളി, ശനി 3 ദിവസം നോമ്പ് നോറ്റോ. കാരണം എല്ലാ മാസവും, എല്ലാ അറബി മാസം 13, 14, 15 നോമ്പ് നോൽക്കുന്നത് സുന്നത്താണെന്ന് മുത്തു റസൂലുള്ളാഹി. ചില ആളുകൾ ഭയങ്കര തർക്ക, ഷാബാൻ 15 നോമ്പുണ്ടുല. ഷാബാൻ പോണഞ്ചിക്ക് മാത്രല്ല, എല്ലാ തിങ്കളും പോണഞ്ചിക്ക് നോമ്പുണ്ടുല. എല്ലാ മാസവും 13, 14, 15 നോമ്പ് സുന്നത്ത. അപ്പൊ ഷാബാൻ 15 ബറാത്തിന്റെ പേരിൽ ഒരു പ്രത്യേക സുന്നത്തുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ മാത്രമേ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളൂ. അല്ലാതെ ഷാബാൻ 15 നോമ്പ് സുന്നത്തില്ല എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അപ്പൊ 13, 14, 15 ഏതായാലും നോമ്പ് സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ ഈ 3 ദിവസം കൂടി നോമ്പ് നോക്കണം. ഉമ്മമാരോട് മാത്രമല്ല, എന്നോടും ഞാൻ പറയാ, നിങ്ങളോടും പറയാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഓർ ചിലപ്പോ ചിന്തിക്കൂലേ, അല്ല ഉസ്താദെ, ഓർ ചിലപ്പോ സംശയിക്കും, തെറ്റിദ്ധരിക്കും, ഈ 3 ദിവസം സുന്നത്ത് നോമ്പ് പെണ്ണുങ്ങന്മാർക്ക് മാത്രമായിരിക്കും, ആണുങ്ങൾക്ക് സുന്നത്തില്ല എന്ന് ചിലപ്പോ അവർ തെറ്റിദ്ധരിക്കും. ഇല്ല, എല്ലാവർക്കും സുന്നത്താണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ ബറാഅത്ത് രാവിന് വേണ്ടി ഒരുങ്ങണേ. എങ്ങനെയാണ് ബറാഅത്ത് രാവിന് ഒരുങ്ങേണ്ടത്? പരിശുദ്ധ റമളാനിന് ഒരുങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചു. പരിശുദ്ധ റമളാനിന് വേണ്ടി തയ്യാറാകാൻ ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ ഈ സദസ്സിലിരുന്ന് എന്റെ വാല് കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഓൺലൈനിലൂടെ എന്റെ വാല് കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ബറാഅത്ത് രാവിന് ഒരുങ്ങുന്നതെങ്ങനെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ. ബറാഅത്ത് രാവ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തൗബ ചെയ്ത് ഒരുങ്ങിക്കോ. ചിലപ്പോൾ ബറാഅത്ത് രാവിൽ നിങ്ങൾക്ക് തൗബ ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ബറാഅത്ത് രാവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ പണ്ഡിതന്മാര് പറയുകയാണ്, തൗബ ഇപ്പോൾ തന്നെ ചെയ്ത് ഒരുങ്ങിക്കോ. വീണ്ടും മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ, കുടുംബക്കാരോട് പിണക്കത്തിലുണ്ടോ? വാല് കേൾക്കുന്ന മുസ്ലിമേ, വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കുടുംബക്കാരോട് നിങ്ങളെ പിണക്കത്തിലാണോ? അവരോട് പോയി സലാം പറഞ്ഞ് സംസാരിച്ചോ, മാപ്പ് ചോദിച്ചോ, അവർ ചെയ്ത തെറ്റിന് നീ മാപ്പ് കൊടുത്തോ. ബറാഅത്ത് കഴിയാൻ കാത്തിരിക്കണ്ട. ബറാഅത്ത് രാവിന്റെ മുമ്പ് തന്നെ പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരോട് പോയി യോജിപ്പിലായിക്കോ. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളോട് പിണങ്ങിയവരെന്റെ സദസ്സിലുണ്ടോ? മാതാപിതാക്കളോട് പിണങ്ങിയവരെന്റെ സദസ്സിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് പോയി മാപ്പ് ചോദിച്ചോ, അവരെ മനസ്സ് സന്തോഷിപ്പിച്ചോ. ബറാഅത്ത് രാവിന്റെ മുമ്പ് തന്നെ ബറാഅത്തിന് വേണ്ടി ഒരുങ്ങാൻ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിനോട് അവിഹിത ബന്ധമുണ്ടോ? ഇപ്പോൾ തന്നെ നിർത്തിവെച്ചോ. ഇനി അതിലേക്ക് മടങ്ങണ്ട. ഈ രൂപത്തിൽ നല്ല തീരുമാനത്തോട് അതാ ബറാഅത്ത് രാവിന് വേണ്ടി ഒരുങ്ങിക്കോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എന്റെ വാദ അവസാനിപ്പിക്കുമ്പോ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാദ അവസാനിപ്പിക്കട്ടെയോ? പ്രിയപ്പെട്ടവരെ, അറിയാമോ, നമുക്ക് ഇന്നത്തെ വാള് ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഔലിയാക്കളുടെ നേതാക്കന്മാരാരാണ്? ഈ പറപ്പാടി എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സി.എം. വലിയ മഹാനവരുകളുടെ ജീവിതകാലത്ത് സിയാറത്ത് ചെയ്യാൻ
പോയ പലയിടങ്ങളുമുള്ള കൂട്ടത്തില് ഒന്ന് ഈ നാടാണെന്ന് നമുക്കറിയാമല്ലോ. ഈ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാക്കന്മാരാരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തല്ലേ. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രഗൽഭരായ സ്വഹാബി വര്യർ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വഅദ് അവസാനിപ്പിക്കാം. സയ്യിദുനാ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ലോകത്തോട് വിട പറയുകയാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായ വിവരം കേട്ടപ്പോ സ്വഹാബത്ത് ഞെട്ടിപ്പോയി. പല സ്വഹാബത്തും പല ഭാഗങ്ങളിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് ഊരിപ്പിടിച്ച വാളുമായി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനതാ ഈ വാളുകൊണ്ട് അവനെ ഞാൻ വെട്ടിക്കളയും, ഉറപ്പാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എല്ലാവരെയും ഒന്ന് ഒതുക്കിയിരുത്തിയതാരാ? ഖദ് ഫാസ സിദ്ദീഖും ബിതസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി സിദ്ഖു ആഫാ അഹ്ലഹു. എല്ലാറ്റിലും രണ്ടാമരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമരാണെങ്കിൽ എല്ലാറ്റിലും രണ്ടാമൻ ആരാണെന്ന് ചോദിച്ചാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എല്ലാവരെയും സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒതുക്കി എന്ന് ഇരുത്തുകയാണ്. ഹബീബായ തങ്ങൾ എവിടെയാണോ വഫാത്തായത് അവിടെ തന്നെ മറവ് ചെയ്യാൻ തയ്യാറാവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കുകയാണ്. കുളി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. അതാ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ടുപോയി മറവ് ചെയ്യാൻ ഒരുങ്ങുകയാ. സ്വഹാബത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ഖബർ ശരീഫിൽ കൊണ്ടുപോയി കിടത്തിയല്ലോ. ആ ഖബറിൽ നിന്ന് അവസാനം പുറത്തേക്ക് വരുന്നതാരാ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട മരുമകനാണ്. ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പ്രിയപ്പെട്ട ബാപ്പയാ. അവസാനമായി ആ ഖബർ ശരീഫിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അലിയാർ തങ്ങളാ. ഇനി ആർക്കും ആ ഖബറിലേക്ക് ഇറങ്ങാനില്ല. ഇനിയുള്ളത് ഒറ്റ ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് അതാ മൂടിക്കളയുകയാണ്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾക്ക് വല്ലാത്ത ഒരാഗ്രഹം, എനിക്കെന്റെ നേതാവിന്റെ ഖബർ ശരീഫിൽ ഒന്ന് ഇറങ്ങിക്കയറണം. ഇനി ഇതുപോലത്തൊരു ചാൻസ് ലഭിക്കണമെന്നില്ലല്ലോ, എനിക്കൊന്ന് ഇറങ്ങിക്കയറണോ? അതിന് എനിക്ക് സമ്മതം കിട്ടുമോ? കാരണം എന്നെ പോലെ എത്ര സ്വഹാബത്താ ഇവിടെയുള്ളത്, എന്നെ പോലെ എത്ര സ്വഹാബത്താ ഇവിടെയുള്ളത്. എനിക്ക് മാത്രം അതിനൊരു ചാൻസ് കിട്ടുമോ? ചെറുപ്പക്കാരാ, എന്തിനും ഒന്നാം സ്ഥാനം ദീനിനാണ് മോനെ.
എന്റെ വാല് കേൾക്കുന്ന കൊച്ചനുജന്മാരെ, എന്തിനും ഒന്നാം സ്ഥാനം ദീനിനാണ്. ദീനെ വിട്ടിട്ടുള്ളൊരു കളിയില്ല. എന്റെ വാല് കേൾക്കുന്ന യുവതികളെ, എന്തിനും ഒന്നാം സ്ഥാനം അല്ലാഹുവിനാ. എന്തിനും ഒന്നാം സ്ഥാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, ഇനി അങ്ങ് മണ്ണുകൊണ്ടങ്ങ് മൂടിക്കഴിഞ്ഞാലോ ഇനി വേണമെന്ന് വെച്ചാലും നടക്കൂല. ഇപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കളി കളിക്കണോ? എന്റെ ആഗ്രഹമാണ് എനിക്ക് എന്റെ ഹബീബിന്റെ ഖബറ് ശരീഫിൽ ഒന്നിറങ്ങണം. എന്നിട്ട് എന്റെ കൈകൊണ്ട് മുത്തുനബി തങ്ങളെ ശരീരം നേർക്ക് നേരെ തൊടാൻ കഴിയില്ല, ഉറപ്പാ. ശറഫാക്കപ്പെട്ട കഫൻ ശരീരം കൊണ്ട്, കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണല്ലോ. ആ കഫൻ കുപ്പായത്തിന്റെ മേലിലെങ്കിലും എനിക്ക് എന്റെ കൈ കൊണ്ടൊന്ന് തടകണേ. അതിന് കഴിയുമോ? അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരാ, ഈ കൈവിരലിൽ കാണുന്ന മോതിരമുണ്ടല്ലോ, കൈവിരലിൽ വെള്ളിയുടെ മോതിരം സുന്നത്താ. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാച്ച് കയ്യിലുള്ള ചെറുപ്പക്കാരെ, എന്തടാ നിന്റെ കൈവിരലിൽ ഒരു വെള്ളിയുടെ മോതിരം കാണാത്തത്? ചെറുപ്പക്കാരാ, എത്ര ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാച്ചടാ നിന്റെ കയ്യിലുള്ളത്? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താക്കപ്പെട്ട വെള്ളിയിനാലുള്ള മോതിരമുണ്ടല്ലോ, എന്തേ നിന്റെ കൈവിരലിൽ കാണാത്തത്? മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, മഹാനവരുകളുടെ കൈവിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരമങ്ങ് ഊരിയെടുത്തു. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിലങ്ങ് ഇട്ടുകൊടുത്തു. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ പറഞ്ഞു, അലിയാരേ, അവസാനമായി ഖബറിൽ നിന്ന്, ഖബർ ശരീഫിൽ നിന്ന് മുകളിലോട്ട് കയറിയത് നിങ്ങളാണ്. എനിക്കറിയാം ഇനി ആ ഖബർ ശരീഫിലേക്ക് ഒരാൾക്കും പ്രവേശനമില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റേതാണ് ആ മോതിരം, എനിക്കാ മോതിരം വേണം അലിയേ. അലിയാര് തങ്ങൾ പറഞ്ഞു, മുഗീറ ഒന്ന് ഇറങ്ങിക്കോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിലോട്ട് ഇറങ്ങിക്കോ. നിങ്ങളുടെ കൈവെള്ളയിലേക്കുള്ള മോതിരം തിരിച്ചെടുത്തോ. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ആ ഖബർ ശരീഫിൽ ഇറങ്ങുകയാ. മോതിരമങ്ങെടുത്തു, കൈവിരലിൽ വെച്ചു. എന്നിട്ടതാ കൈകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം, കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ശരീരം, ആ ശരീരത്തെ പൂർണ്ണമായും അങ്ങ് തടകുകയോ. എന്നിട്ടതാ മുകളിലോട്ട് കയറി വരുന്നു. സ്വഹാബത്ത് ഞെട്ടിപ്പോയി. അല്ലയോ മുഗീറ, ലോകത്ത് ഒരു സ്വഹാബിക്കും ലഭിക്കാത്ത ഭാഗ്യം, ലോകത്ത് ഒരു സ്വഹാബിക്കും ലഭിക്കാത്ത ഭാഗ്യം മുഗീറക്ക് ലഭിച്ചല്ലോ. മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ കരഞ്ഞുപോയി. പലപ്പോഴും പറഞ്ഞ ഒരു വാക്കുണ്ട്, ലോകത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനമായി കരാറ് നടത്താൻ അവസരം കിട്ടിയ ആള് ഞാനാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ആ
മഹാന്മാരെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണം. നമ്മുടെ ഖൽബിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കണം. അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർക്ക് ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടാണ് കേട്ടോ. ആ സ്നേഹം എന്റെയും നിങ്ങളുടെയും ഖൽബിൽ വരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. ഔലിയാക്കളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. ആലിമീങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. തങ്ങന്മാരോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. മുതഅല്ലിമീങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. അയൽ വീട്ടുകാരോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. നാട്ടുകാരോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ വരണം. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് അവസാനം ലോകത്തോട് വിട പറയുമ്പോൾ നല്ല ഈമാനോടെ മരിക്കാൻ കഴിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നമുക്കതിൽ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുക, എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരിക ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതിപ്പോ